എല്ലാവർക്കും നമസ്കാരം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമ്മീറ്ററും വോൾട്ട് മീറ്ററും ഒക്കെ നിർമ്മിക്കുന്ന എന്ത് വെച്ചാന്നൊക്കെ പഠിച്ചു. അതായത് മൂവിങ് കോയിൽ ഉപയോഗിച്ച് നമ്മൾ ഡി സിയിൽ ഉപയോഗിക്കുന്ന വോൾട്ട് മീറ്റർ അമ്മീറ്റർ ഒക്കെ നിർമ്മിച്ചു. മൂവിങ് അയൺ മീറ്റർ ഉപയോഗിച്ച് വോൾട്ട് മീറ്റർ അമ്മീറ്റർ എല്ലാം നിർമ്മിച്ചു. അതായത് വോൾട്ടേജും കറണ്ടും മെഷർമെന്റ് ചെയ്യാനുള്ള മീറ്ററുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ മെഷർമെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീറ്ററാണ്. അപ്പൊ പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, പി ഈക്വൽ ടു വി ഇൻറ്റു ഐ. അപ്പൊ പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വി ഇൻറ്റു ഐ. അപ്പൊ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, പവർ കിട്ടുക. അപ്പൊ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് വാട്ട് മീറ്റർ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് മീറ്ററിൽ ഒരു ടൈപ്പാണ്, അതിന്റെ പേരാണ് ഡൈനാമോ മീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. ശ്രദ്ധിക്കുക, ഡൈനാമോ മീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. അപ്പൊ ഡൈനാമോ മീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു മീറ്റർ ആണ്, ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഡൈനാമോ മീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. നമ്മൾ ലാബുകളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു മീറ്റർ ആണ് ഡൈനാമോ മീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കൺസ്ട്രക്ഷനിലേക്ക്. ഓക്കെ, ഇതാണ് നമ്മൾ ഡൈനാമോ മീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിന്റെ കൺസ്ട്രക്ഷൻ. നമുക്ക് മെയിൻ പാർട്സുകളൊക്കെ നോക്കാം. ഫസ്റ്റ് ഇതില് മെയിൻ പാർട്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു കോയിലുണ്ട്. ശ്രദ്ധിക്കുക, ഇത് ഒരു കോയിലാണ്, അതുപോലെ ഇതും ഒരു കോയിലാണ്. ഈ രണ്ട് കോയിലുകൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കോയിൽ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അടുത്ത് നോക്കുന്നത് ഇവിടെ അടുത്തൊരു കോയിലാണ്. ഈ കോയിലായിരിക്കും നമ്മൾ സ്പിൻഡില് കണക്ട് ചെയ്യുക. ക്ലിയർ ആ? അപ്പൊ സ്പിൻഡില് ഇവിടെ ആയിരിക്കും, ഇവിടെ ജോയ് ബിയറിംഗ് എല്ലാം വെച്ചിട്ടുണ്ടാവും. ഇതിലാണ് നമ്മൾ കോയിലെല്ലാം കണക്ട് ചെയ്തത്. അപ്പൊ നോക്കിയ അടുത്ത കോയിലാണ് ഇത്. അപ്പോ ശ്രദ്ധിക്കുക, ഡൈനാമോ മീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൽ പ്രധാനമായി രണ്ട് കോയിലുകളാണുള്ളത്. ഒന്ന് മൂവിങ് കോയിൽ. ക്ലിയർ ആയി? അതായത് ഈ കോയിൽ എന്ത് ചെയ്യും, റൊട്ടേഷൻ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ കോയിലിനെ എന്ത് പറയുന്നത്, മൂവിങ് കോയിൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് കോയിലാണ്. അത് രണ്ട് പാർട്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതൊരു ഫിക്സ്ഡ് കോയിലാണ്. ഈ കോയിലിന്റെ അടുത്ത പാർട്സ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോ ഒരു ഫിക്സ്ഡ് കോയിലും ഉണ്ട്, ഒരു മൂവിങ് കോയിലും ഉണ്ട്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഫിക്സ്ഡ് കോയിലും മൂവിങ് കോയിലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിക്സ്ഡ് കോയിൽ അല്ലെ. ഈ ഫിക്സ്ഡ് കോയിൽ നേരെ എങ്ങനെ കണക്ഷൻ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ ലോഡിന് സീരീസ് ആയിട്ടാണ് കണക്ഷൻ ചെയ്തത്. അപ്പൊ ഫിക്സ്ഡ് കോയിൽ എന്ന് പറയുന്നത് ലോഡിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഒരു കോയിൽ തന്നെയാണ്, ശ്രദ്ധിക്കാം. അതായത് ഫിക്സ്ഡ് കോയിൽ എന്ന് പറയുന്നത് ഒരു കോയിൽ തന്നെയാണ്, അതിനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മെയിൻ കറണ്ട് ഇതിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് പറയാം, കറണ്ട് കോയിൽ എന്ന് പറയാം. മനസ്സിലായോ? അതായത് മെയിൻ കറണ്ട് പോകുന്നത് എന്ത് വഴിയാ, ഈ ഫിക്സ്ഡ് കോയിൽ വഴിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ കോയിലിനെ എന്ത് പറയാം, കറണ്ട് കോയിൽ. അപ്പൊ ഫിക്സ്ഡ് കോയിൽ എന്ന് പറഞ്ഞാലും കറണ്ട് കോയിൽ എന്ന് പറഞ്ഞാലും ഈ രണ്ട് കോയിലിനെ റെപ്രസെന്റ് ചെയ്യുന്ന പേരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി ആ കോയില് ലോഡിന് സീരീസ് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ലോഡ് കറണ്ട് എന്നത് ഫ്ലോ ചെയ്യുന്നത് ഫിക്സ്ഡ് കോയിലിലൂടെയാണ് അല്ലെ. ഫുൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്താ, ഫിക്സ്ഡ് കോയിലിലൂടെയാണ്. അപ്പൊ നമുക്ക് ഒരു കോയിൽ കൂടുതൽ കറണ്ട്, ലോഡ് കറണ്ട് ഒക്കെ ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, അതിന്റെ തിക്നെസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കോയിലിന്റെ തിക്നെസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം മെയിൻ കറണ്ട് അല്ല ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. കണ്ടോ, മെയിൻ കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ കൂട്ടണം. അതല്ലേ കറണ്ട് ഫ്രീ ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈ കോയിലിന്റെ തിക്നെസ് വളരെ കൂട്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, മെയ്ഡ് ചെയ്യുക. ഇത് ശ്രദ്ധിക്കണം. അപ്പൊ ഇതാണ് ഫിക്സ്ഡ് കോയിലിന്റെ കൺസ്ട്രക്ഷൻ. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്ത പാർട്ട് നോക്കാം, മൂവിങ് കോയിൽ. അപ്പൊ മൂവിങ് കോയിൽ എന്നത് മൂവിങ് ചെയ്യുന്ന പാർട്സ് ആണ് അല്ലെ. ഇനി അത് എങ്ങനെ കണക്ഷൻ ചെയ്തിരിക്കുന്നു നോക്കിയേ. ഫേസിനും, ഇത് ഫേസ് ആണെന്ന് വിചാരിക്കുക, ഇത് ന്യൂട്രൽ ആണെന്ന് വിചാരിക്കുക. ഫേസിനും ന്യൂട്രലിനും അക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ സപ്ലൈക്ക് പാരലൽ ആയിട്ടാണ് നമ്മുടെ മൂവിങ് കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? നമ്മൾ കൊടുക്കുന്ന സപ്ലൈക്ക് പാരലൽ ആയിട്ടാണ് മൂവിങ് കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ മൂവിങ് കോയിലിന് സീരീസ് ആയിട്ട് എന്ത് വെച്ചിട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്റർ മൂവിങ് കോയിലിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റർ എന്തിനാ വെക്കുക, അത് നമുക്കറിയാലോ. റെസിസ്റ്റർ എന്തിനാ വെക്കുക, കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ. അതായത് മൂവിങ് കോയിലൂടെ ഒഴുകുന്ന കറണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, റെസിസ്റ്റൻസ് വെക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന അറിയാം, ഈ കോയില് ബേൺ ആയി പോകും.
അപ്പൊ അത് കൂടുതൽ കറണ്ട് വന്ന് എന്ത് പറ്റും, ബേൺ ആയി പോകും. കാരണം ഇതിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, സപ്ലൈക്ക് അക്രോസ് ആണ് അല്ലെ, അത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വോൾട്ടേജ് ആണ്. അപ്പൊ വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു കറണ്ട് ആയിരിക്കും ഇതിലൂടെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ തിക്നെസ് കുറഞ്ഞ ഒന്ന് മൂവിങ് സിസ്റ്റം ആയതുകൊണ്ട് വെയിറ്റ് ഒന്നും കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, തിന്നായ കോയിൽസ് ആയിരിക്കും എന്ത് ചെയ്യുക, ഈ മൂവിങ് കോയില് ഉപയോഗിക്കുക. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൽ എവിടെയെങ്കിലും ചുറ്റുണ്ടായി, അതിന് വേണ്ടിയിട്ട് എന്ത് വെക്കണം, ഒരു ഫോമർ വെക്കണം. ഈ ഫോമർ എന്ന് പറയുന്നത് നോൺ മെറ്റാലിക് ആയിരിക്കും. അപ്പൊ മെറ്റൽ അല്ല, നോൺ മെറ്റാലിക് ആയ ഒരു ഫോമർ ആയിരിക്കും നമ്മുടെ സ്പിൻഡിൽ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ എഡി കറണ്ട് ഒന്നും ഫോം ചെയ്യില്ല അല്ലെ. ഈ നോൺ മെറ്റാലിക് ആണെങ്കിൽ എഡി കറണ്ട് ഉണ്ടാവും ഇല്ല, നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ എഡി കറണ്ട് ഒക്കെ എന്ത് ചെയ്യാം, അഫക്ട് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നോൺ മെറ്റാലിക് ആയ ഒരു ഫോമർ വെച്ചിട്ട് അതിന്റെ മുകളിൽ തിന്നായ വൈൻഡിങ് വെക്കും. ഇനി അതിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ടിനെ എന്ത് ചെയ്യാൻ, ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വെക്കും, ഒരു റെസിസ്റ്റർ വെക്കും. ശ്രദ്ധിക്കുക, സപ്ലൈക്ക് അക്രോസ് ആണ് എന്ന് വെച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. അത് മാത്രം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ കൺസ്ട്രക്ഷൻ പാർട്ടിൽ ഒന്ന് ഫിക്സഡ് കോയിൽ പഠിച്ചു, രണ്ട് മൂവിങ് കോയിൽ പഠിച്ചു. ഇനി അതിൽ വരുന്ന റെസിസ്റ്റൻസിനെ കുറിച്ച് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ക്ലിയർ ആണ്? ഇനി എന്തൊക്കെ ഉണ്ടാവും, ഇനി നമുക്ക് ടോർക്കുകൾ വേണം അല്ലെ. അപ്പൊ ഈ രണ്ട് മാഗ്നറ്റ് ഫീൽഡിലെല്ലാം നമുക്ക് ഡിഫ്ലക്ഷൻ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അത് നമുക്ക് മനസ്സിലായി, ഡിഫ്ലക്ഷൻ ടോർക്ക് തരുന്നത് മാഗ്നറ്റിസം യൂസ് ചെയ്തിട്ടാണ്. അത് ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തത് നമുക്ക് അറിയേണ്ടത് കൺട്രോളിംഗ് ടോർക്ക് അല്ലെ. ഇതൊരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിൽ 3 ടോർക്ക് നമുക്ക് വേണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പഠിച്ച കാര്യമാണ്. അപ്പൊ ഒന്നാമത്തെ ഡിഫ്ലക്ഷൻ ടോർക്ക് മാഗ്നറ്റിസം ഉപയോഗിച്ച് നമുക്ക് മീറ്ററിന് കിട്ടി. ഇനി അടുത്തത് കൺട്രോളിംഗ് ടോർക്ക്. അപ്പൊ കൺട്രോളിംഗ് ടോർക്കിന് 2 ടൈപ്പ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്, ഗ്രാവിറ്റി കൺട്രോളും സ്പ്രിംഗ് കൺട്രോളും. ഓക്കെ, നമുക്കറിയാം ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് കൺട്രോൾ ആയിരിക്കും എന്ത് ചെയ്യുക, ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ കൺട്രോളിംഗ് ടോർക്ക് തരാൻ വേണ്ടി എന്ത് ചെയ്യും, ഫോസ്ഫർ ബ്രോൺസിന്റെ സ്പൈറൽ സ്പ്രിംഗ് ഹെയർ സ്പ്രിംഗ് ആണ് എന്ത് ചെയ്യുക ഇതില് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും, കൺട്രോളിംഗ് ടോർക്ക് ലഭിക്കും. ജസ്റ്റ് ശ്രദ്ധിക്കുക, സപ്ലൈ കൊടുക്കാനല്ല, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, ജസ്റ്റ് കൺട്രോളിംഗ് ടോർക്കിന് വേണ്ടി മാത്രമാണ് സ്പ്രിംഗ് കൺട്രോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് എന്ന് വെച്ചാൽ എന്താണ്, ഡാമ്പിംഗ്. അപ്പൊ നമുക്ക് അറിയാം 3 ഡാമ്പിംഗ് ഉണ്ട്. ഏതൊക്കെയാ, എയർ ഫ്രിക്ഷൻ, എഡി കറന്റ്, ഫ്ലൂയിഡ്. ഇനി ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, അധികം ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഒത്തിരി ഡിസഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് നമുക്ക് ബാക്കി 2 മെത്തേഡിനെ കമ്പാരിസൺ ചെയ്യാം. ഒന്ന് എഡി കറന്റ്, 2 എയർ ഫ്രിക്ഷൻ. കഴിഞ്ഞ മൂവിങ് അയണിൽ ഞാൻ പറഞ്ഞു തന്നു നമ്മൾ ഉപയോഗിക്കുന്ന എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. അതിന്റെ കാരണങ്ങളും പറഞ്ഞു തന്നു. കാരണം എന്താ, എയർ ഫ്രിക്ഷൻ എഡി കറന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂടി ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യും, ആ എയർ കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡി കറന്റ് ഡാമ്പിംഗ് ഉപയോഗിക്കാൻ പറ്റില്ല. സെയിം തന്നെയാണ് ഇവിടെ, ഇത് മാഗ്നറ്റിസം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുന്നത്. അപ്പൊ കൺട്രോളിംഗ് ടോർക്കിനായിട്ട് സ്പ്രിംഗ് കൺട്രോൾ ഉപയോഗിച്ചു. ഡാമ്പിംഗ് ടോർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉപയോഗിച്ചു. ഇതിൽ വരച്ചിട്ടില്ല, അപ്പൊ അറിഞ്ഞിരിക്കുക എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആയിരിക്കും എന്ത് ചെയ്യുക, ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നോക്കുക, ഇവിടെ എന്തുണ്ടാവും, സ്പിൻഡിൽ ഉണ്ടാവും. ഈ സ്പിൻഡില് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ, സ്പിൻഡിൽ എവിടെ വെക്കും, ജുവൽ ബെയറിംഗിൽ വെക്കുന്നുണ്ടാവും. അതിന് എന്തിനാണ് ജുവൽ ബെയറിംഗിൽ വെക്കുന്നത്, ഫ്രിക്ഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ അതിന്റെ കൺസ്ട്രക്ഷൻ പാർട്ട് വരും. ഇനി നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു നീഡിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ മൂവിങ് കോയിലാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്, നീഡിൽ വെച്ചിരിക്കുന്നത്. ഈ നീഡിൽ എന്താ എവിടെ ചെയ്യാം, സ്കെയിലിന്റെ മുകളിലായിട്ട്, ഈ സ്കെയിലിന്റെ മുകളിലായിട്ട് എന്ത് ചെയ്യും, മൂവ്മെന്റ് ചെയ്യും. അപ്പൊ ഈ കോയില് റൊട്ടേഷൻ ചെയ്യുന്ന അനുസരിച്ച് ഈ പോയിന്റിൽ എന്ത് ചെയ്യും, മൂവിങ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിന്റെ കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിലേക്ക് പോവാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന മൂവിങ് കോയിലിന്റെ പ്രിൻസിപ്പിളിന്റെ അതേപോലെ തന്നെയാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, പെർമനന്റ് മാഗ്നറ്റിന് പകരം നമ്മൾ വെച്ചിരിക്കുന്നത് എന്താ, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ക്ലിയർ? അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാഗ്നറ്റ് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ലോഡ് കണക്ഷൻ ചെയ്തു. ലോഡ് നമ്മൾ കണക്ട് ചെയ്തു, നമുക്ക് മെഷർമെന്റ് ചെയ്യുന്ന മീറ്റർ അതിലേക്ക് കണക്ട് ചെയ്തു. ഇനി നോക്കുക, അപ്പൊ കറണ്ട് എന്ത് ചെയ്യും, ഇതിലൂടെ പാസ് ചെയ്യും അല്ലെ. അപ്പൊ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു കറണ്ടിന് നമുക്ക് എന്ത് പറയാം, IC എന്ന് വെച്ചാൽ കറണ്ട് കോയിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യും. ഈ കറണ്ടിന് നമുക്ക് എന്ത് പറയാം,
IC എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതിലൂടെ ഈ കോയിലൂടെ ഫ്ലോ ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ലോഡ് കറണ്ടിന് എന്താണോ അതേ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിയത്, അതായത് IC പ്രൊപ്പോർഷൻ ടു കറണ്ട് ഫിക്സ്ഡ് കോയിൽ 5F അല്ലെങ്കിൽ 5F എന്നിടാം. അതായത് ഫിക്സ്ഡ് കോയിലിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് എന്നത് ലോഡ് കറണ്ട് അല്ലെങ്കിൽ ഈ കോയിലൂടെ മെയിൻ ഫിക്സ്ഡ് കോയിലിൽ ഉണ്ടാവുന്ന കറണ്ടിൽ പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ IC പ്രൊപ്പോർഷൻ ടു ഒന്നാമത്തെ ഫ്ലക്സ്. അപ്പൊ നമുക്ക് 5F വരെ 5-1 അത് കുറച്ചുകൂടി എളുപ്പമായി. അപ്പൊ 5-1 ഒന്നാമത്തെ ഫ്ലക്സ്, ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സിന് എന്ത് പറയാം? 5-1. ക്ലിയർ ആയോ? അത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു കറണ്ട്. അപ്പൊ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ഒന്നാമത്തെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നോക്കാം. ഇനി ഈ പ്രഷർ കോയിൽ അല്ലെങ്കിൽ മൂവിംഗ് കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് സപ്ലൈക്ക് അക്രോസ് ആണ് അല്ലെ. അപ്പോ വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഇവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ്. അപ്പൊ ഇതിലും എന്തുണ്ടാവും? ഫ്ലക്സ് ഉണ്ടാവും. ഈ ഫ്ലക്സ് എന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്താണ്? അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, കാരണം അക്രോസ് ആണ് കണക്ട് ചെയ്തത്. അപ്പൊ വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ∅2 എന്ന് പറയുന്ന ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു, വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് ചെയ്തു? ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഈ രണ്ട് ഫ്ലക്സുകളും തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് അവിടെ ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ഈ ടോർക്ക് ഉപയോഗിച്ച് നമ്മളുടെ നീഡിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അപ്പോ മൂവിംഗ് കോയില് റൊട്ടേഷൻ ചെയ്യും. അതിലായിരിക്കും നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാവുക? സ്പിൻഡിൽ വെച്ചിട്ടുണ്ടാവുക. ആ സ്പിൻഡിൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? റീഡിങ് എടുക്കാം. അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായത് ഇതാണ്, വോൾട്ടേജിനെയും കറണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ ഉണ്ടാകുന്ന ടോർക്ക്. അപ്പൊ രണ്ടും ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? ടോർക്ക് ഉണ്ടാവുക. അത് തന്നെയാണ് നമുക്കറിയാം, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് എന്ത്? പവർ. അപ്പൊ നമുക്ക് കിട്ടുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? പവർ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റിൽ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? പവർ മെഷർമെന്റ് ചെയ്യാം. ഇതാണ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ.